ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ടെക് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ പുതിയ ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാറ്റസായി ഇനി തൊട്ട് ഫോട്ടോയൊക്കെ ഇടാൻ പറ്റും. കുറേ നാൾ മുമ്പ് ടെക്സ്റ്റ് മാത്രമേ ഇടാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഫോട്ടോയും ടെക്സ്റ്റും രണ്ടും ഇടാം. അപ്പോൾ ഇതാണ് വാട്സപ്പിൻ്റെ പുതിയൊരു ഫീച്ചറാണത്. നമുക്കെല്ലാവർക്കുള്ള വേറൊരു സംശയമാണ്, നമ്മുടെ വാട്സപ്പിലെ ചാറ്റ് വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ, നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം സേഫാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ്, ഇതൊക്കെ നമുക്കിന്ന് നോക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വാട്സപ്പ് ഹാക്കിംഗ് എന്നൊക്കെ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് എങ്ങനെ സെക്യൂർ ആക്കുക എന്നാണ്, ഹാക്കിങ്ങിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അവിടെ അക്കൗണ്ട് എടുത്തിട്ട് അവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കൊരു 6 ഡിജിറ്റ് കോഡ് അടിക്കാൻ ചോദിക്കുക അവർ. നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുന്നതുമായിട്ടുള്ളൊരു കോഡ് അവിടെ അടിക്കുക. അതായിരിക്കും നമ്മുടെ ഇനി അങ്ങോട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ചോദിക്കുന്ന കോഡ്. നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുന്ന ഒരു 6 അക്ക കോഡ് അവിടെ അടിക്കുക. എന്നിട്ട് നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. കാരണം നമ്മുടെ കോഡ് മറന്നുപോയി കഴിഞ്ഞാൽ ഒരു ഫോർഗോട്ട് പാസ്വേഡായിട്ട് വരാൻ വേണ്ടി ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കണം. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും ഇമെയിൽ അഡ്രസ്സ് കൺഫേം ചെയ്യാൻ ചോദിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഇമെയിൽ അഡ്രസ്സ് തന്നെ ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ആയിട്ടുണ്ട്. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇനി വേറൊരാൾ നമ്മുടെ വാട്സപ്പ് നമ്പർ വെച്ച് അവരുടെ ഫോണിൽ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ കൂടി ഈ കോഡില്ലാതെ അവർക്കതിൽ ഓപ്പൺ ആവാനോ എൻ്റർ ആവാനോ ഒന്നും പറ്റില്ല. ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പ്രത്യേകതയാണിത്. വേറൊരാൾക്കും ഇനി നമ്മുടെ ഫോൺ ഉണ്ടെങ്കിലും നമ്മുടെ സിം ഉണ്ടെങ്കിലും ഒന്നും നമ്മൾ നേരത്തെ കൊടുത്ത കോഡില്ലാതെ അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാൻ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ അറിവെത്തിക്കുക. കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക് ഓൺ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മലയാളം വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.